ഹലോ, എന്തൊരു ഡൗട്ട് ഉണ്ടോ നവാസെ? നമുക്ക് ബണ്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ബമ്പോ? അത് ഇന്റർലോക്കിന്റെ ഒരു ഇട്ടതിന് ശേഷം ഞാൻ ചെയ്തിട്ട് ആ ഒരു ഓപ്ഷന് മെറ്റീരിയലിൽ വരുന്നില്ലേ? ഇല്ല. അത് നിങ്ങൾ എന്നെ ചെയ്ത് കാണിച്ചെന്നായിട്ട് ഞാനിപ്പോ ഇവിടെ ഒരു ചെറിയ ബോക്സ് വരച്ച് മെറ്റീരിയൽ എടുത്ത് ആദ്യം എന്ത് ചെയ്യണം? സെറ്റപ്പ് മാറ്റണം അല്ലേ? വേറെ സെറ്റപ്പിൽ വന്ന് സെറ്റിങ്സ് എല്ലാം ഒന്ന് മാറ്റി കൊടുക്കുക. ഇന്റർലോക്ക് അല്ലേ ചെയ്ത് നോക്കിയത്? ഇന്റർലോക്ക് ടെക്സ്ചർ ഇപ്പോ ഞാനിവിടെ ഇതെടുത്ത് ആക്കി മെറ്റീരിയൽ അസൈൻ ചെയ്ത് ഇനി നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് മാപ്പിംഗ് കൊടുക്കാം. ബമ്പ് എഫക്ട് എങ്ങനെ കൊടുത്തേനെ വാസ്? മെറ്റീരിയൽ ചെയ്തതിന് ശേഷം താഴത്തെ ഇവിടെ ഓപ്ഷൻ പക്ഷെ താഴെ വന്നിട്ടില്ല. നേരത്തെ ഓപ്ഷന് അതിന് ഇതാണല്ലോ താഴെ ഈ ടൈമിന് അടുത്തിട്ടുള്ള ആ ഒരു ഇതാണല്ലോ. നമ്മളിവിടെ അല്ല കൊടുക്ക. ഇതിപ്പോ മാപ്പിന്റെ പാരാമീറ്റർ വന്നിട്ടുള്ളത് കണ്ടോ? ഇവിടെ ഡിഫ്യൂസ് മാപ്പ് എന്ന് കണ്ടില്ലേ? അപ്പൊ ഇത് ഡിഫ്യൂസ് മാപ്പിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. നമുക്ക് ഇവിടെ ഡിഫ്യൂസ് മാപ്പ് ഇവിടെ സ്കെയിലിംഗ് കൊടുത്തിട്ട് നേരത്തെ ഇവിടെ നമ്മളിപ്പോ UVW മാപ്പിംഗ് കൊടുത്തില്ലേ? അതിന് പകരം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാ, അറേഞ്ച്മെന്റ് ചെയ്യാ. അതേപോലെ ബിറ്റ് മാപ്പിൽ വന്നു കഴിഞ്ഞാല് ഈ വ്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പിക്ചറിന്റെ. ഇവിടെ ഫുള്ള് റിലേറ്റഡ് ആയിട്ടുള്ളത് ഈ ഡിഫ്യൂസ് മാപ്പിന്റെ പാരാമീറ്ററാ. നമുക്ക് അതിന്റെ ഔട്ട്പുട്ടിൽ വന്നാൽ കളർ അഡ്ജസ്റ്റ് ചെയ്യാ. നമുക്ക് ഇതിന്റെ കോമൺ പാരാമീറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ കണ്ടോ ഒരു ലിസ്റ്റ് കിട്ടിണ്ടാവും. അതില് ഫസ്റ്റത്തെ പേര് കൊടുക്കാം ഡിഫോൾട്ട് എന്നുള്ള. നമ്മളിവിടെ ഇനിയിപ്പോ എന്താ പേര് കൊടുത്ത ആ പേരായിരിക്കും വരിക. നമ്മുടെ ലോക്ക് എന്ന് കൊടുത്തു. ലോക്ക് എന്ന് കൊടുത്തപ്പോ ഈ മെറ്റീരിയലിലേക്ക് വന്ന് ഡിഫ്യൂസ് പാരാമീറ്ററിൽ വന്ന് ഇനി ഇവിടെ ലിസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലോക്ക് എന്ന് കാണാൻ പറ്റും. അതെടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു ലിസ്റ്റിംഗ് ബാക്കോട്ട് പോകാൻ വേണ്ടിട്ട് ഇവിടെ കണ്ടോ ഗോ ടു പാരന്റ് പറഞ്ഞിട്ട് ഓപ്ഷന്, ഇത് ക്ലിക്ക് ചെയ്താലും മതി, നമുക്ക് ബാക്ക് പോവാം. ഓക്കെ, ഇതില് എന്നിട്ട് ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാല് മാപ്പ് കാണാം. ഈ മാപ്പില്
ആ അത് നമ്മളിവിടെ ഈ പാരന്റ് ഗോട്ട് പാരന്റ് അടിച്ചാൽ മതി. ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് ഇപ്പൊ ലൈറ്റിങ് നൈറ്റ് വ്യൂ ചെയ്യുന്ന ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് നമ്മൾ ഒരു ലൈറ്റിന്ന് ഒരു ഒബ്ജക്റ്റ് മാത്രം എങ്ങനെ കാണാന്നുള്ളത് നോക്കില്ലേ? ഇനി നമ്മള് മെറ്റീരിയൽ സെലക്ഷൻ ചെയ്യുമ്പോ ഇവിടെ ഞാൻ ലൈറ്റ് ഫുള്ള് റിമൂവ് ചെയ്യാണ്. ഓരോ മെറ്റീരിയലിന്റെയും ഫിനിഷിങ് എത്രത്തോളം നമ്മൾ ചെയ്തത് ഓക്കെ ആണ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. അപ്പൊ കറക്ഷൻസ് ചെയ്യാണ്ടെങ്കിൽ കറക്ഷൻസ് ചെയ്യണം. അപ്പോ നമ്മള് എക്സ്റ്റീരിയർ ഒരു ഡേ വ്യൂ റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കപ്പോ അതിന് ഫസ്റ്റ് വേണ്ടത് സണ്ണാണ്. ഇവിടെ ലൈറ്റിൽ വന്ന് വീറെ സണ്ണെടുത്ത് സണ്ണ് വെച്ച്, സണ്ണിന്റെ കാര്യത്തിലൊന്നും സംശയമില്ലല്ലോ? നമ്മള് എങ്ങനെ ലൈറ്റ് വരും നമുക്ക്. പക്ഷെ സണ്ണ് ഒരു പ്രത്യേക സ്ഥലത്ത് വെക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാല്, ഇപ്പൊ ടാർഗറ്റ് നമ്മളെപ്പോഴും നമ്മുടെ റെൻഡർ ഫോട്ടോ എവിടെ ആയിരിക്കും, അതിന്റെ സെൻട്രലായിട്ട് ഇതിന്റെ ടാർഗറ്റ് സെറ്റ് ചെയ്യാം. കാരണം ആ ടാർഗറ്റിന് ബേസ് ചെയ്തായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ഷാഡോസ് ഒക്കെ വരിക. നമ്മളിപ്പോ സണ്ണിപ്പോ എവിടെ വെച്ചാലും ലൈറ്റ് കിട്ടും, അത് സംഭവം ശരിയാണ്. പക്ഷെ നമ്മളിപ്പോ ഈ സണ്ണിന്റെ ടാർഗറ്റ് എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് നീക്കി വെക്കുക. എക്സാമ്പിൾ, ഇപ്പൊ ടാർഗറ്റ് വീട്ടിലുള്ളത് ഞാൻ ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാല് നമുക്ക് സണ്ണിന്റെ ലൈറ്റ് ഉണ്ടാവും, ഷാഡോ കാണാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഒരു ബോക്സ് വെച്ച് കഴിഞ്ഞാലും അതിന്റെ ഷാഡോ ഇങ്ങോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന്റെ ടാർഗറ്റ് പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ മെയിൻ ആയിട്ട് നോക്കുക, നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് റെൻഡർ ചെയ്യുമ്പോൾ വീറെ ക്യാമറയിൽ ചെയ്യൂല, നോർമൽ ക്യാമറയിലോ അല്ലെങ്കിൽ വ്യൂ പോർട്ടിലോ ഇട്ടിട്ടേക്കും റെൻഡർ ചെയ്യാം. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാല് ലൈറ്റിന്റെ ഇന്റൻസിറ്റി മൾട്ടിപ്ലയർ അത് ഫ്രീ വ്യൂ പോർട്ടിൽ റെൻഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഫ്രീ ക്യാമറയിൽ റെൻഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും 0.0 എന്നുള്ള വാല്യൂല് മൾട്ടിപ്ലയർ കൊടുക്കാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ലൈറ്റ് ആയിരിക്കും, അത് മറന്നു പോകരുത്. പിന്നെ വീറ ക്യാമറയിൽ ഫൈനൽ റെൻഡർ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാത്രം മൾട്ടിപ്പിൾ വാല്യൂ 1, 2, 3, 4 എന്നുള്ള ഒരു എമൗണ്ടിലേക്ക് പോവാ. അതായത് 0 എന്നുള്ള വാല്യൂ ഒഴിവാക്കിയിട്ട് 1, 2, 3 എന്നുള്ള വാല്യൂ സെലക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇവിടെ ഹൈറ്റ് നമ്മള് സണ്ണിന്റെ അതേപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഷാഡോയിൽ മാറ്റം വരും. ഇപ്പൊ ഹൈറ്റ് നമ്മളിവിടെ ടോപ്പിൽ കൊടുക്കാണ്.
അപ്പൊ ഷാഡോയില് നേരെ താഴോട്ടായിരിക്കും നേലുണ്ടാവുക. സണ്ണ് ചെയ്ത് നമ്മളിപ്പോ ക്യാമറ ടെസ്റ്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇന്റൻസിറ്റി മൾട്ടിപ്ലയർ 0.05 കൊടുത്ത് അല്ലെങ്കിൽ 0.02 കൊടുക്കുക. ഓക്കെ അടിക്കുക. ഇപ്പൊ നമുക്ക് ഫിനിഷിങ് നോക്കാനുള്ള ഫസ്റ്റ് ഇതിന്റെ റൂഫ് ടൈൽ എടുക്കാം അല്ലേ. റൂഫ് ടൈൽ എടുത്ത് റൂഫ് ടൈൽ മാത്രം സെലക്ഷനിൽ വരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സെലക്ട് ചെയ്തതിനു ശേഷം റൈറ്റ് ബട്ടണിൽ ഹൈഡ് അൺസെലക്റ്റഡ് അടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക ഒബ്ജക്റ്റ്, എന്നിട്ട് കീബോർഡിൽ ആൾട്ട് ക്യൂ പ്രസ് ചെയ്യാം. ഞാനിവിടെ ഇപ്പൊ നമുക്ക് ഇവിടെ സണ്ണിന്റെ കൂടി ആവശ്യമുണ്ട്. അപ്പൊ സണ്ണ് ഹൈഡ് ചെയ്തിട്ട് കാര്യമില്ല, അൺഹൈഡ് എല്ലാം കൊടുത്ത് സണ്ണ് കൂടി സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിന്റെ വ്യൂ സെറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാ, ക്യാമറ വെക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു ഫ്രീ ക്യാമറ വെക്കണം. ഞാനിവിടെ ഇപ്പൊ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. എന്റെ വ്യൂ പോർട്ടില് ഒബ്ജക്റ്റ് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു പൊസിഷനും സെറ്റ് ചെയ്ത്. ഇനി എനിക്ക് ഇവിടെ ഒരു ഫ്രീ ക്യാമറ ഈ സെയിം വ്യൂവിൽ സെറ്റ് ചെയ്യണം. അതിന് എന്താ ചെയ്യാ, ക്യാമറന്റെ ഓപ്ഷനിൽ പോയി. ഓക്കെ, നമ്മുടെ ക്യാമറന്റെ ഓപ്ഷനിൽ പോവാ. ക്യാമറ എടുത്ത് ഫ്രീ ക്യാമറ എടുത്ത് ഇനി നമുക്ക് ഇവിടെ വ്യൂ പോർട്ടിൽ ഡ്രാഗ് ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ കട്ട്ഔട്ട് ചെയ്ത്, കാരണം ഇവിടെ വ്യൂ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മളിവിടെ ക്യാമറ പോയി ഫ്രീ ക്യാമറ എടുത്ത് ഡ്രാഗ് ചെയ്യേണ്ടത് അതൊക്കെ ടൈം വേസ്റ്റ് അല്ലേ. വ്യൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് കൺട്രോൾ സി അടിക്കുക. അപ്പൊ ഓൾറെഡി അവിടെ ക്യാമറ വന്നിട്ടുണ്ടാവും. കണ്ടില്ല, ക്യാമറ വന്ന്. ഈ ക്യാമറ വ്യൂവിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അപ്പൊ കൺട്രോൾ സി അടിക്കരുത്. അപ്പൊ വെറുതെ സി മാത്രം അടിക്കാം. ക്യാമറ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് കൺട്രോൾ സി അടിക്കുക. ക്യാമറ വ്യൂവിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സി പ്രസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പൊ പെർസ്പെക്റ്റീവില് വന്ന് ഞാൻ അടുത്തൊരു വ്യൂ എടുത്ത് ഫ്രണ്ട് എന്നുള്ള ഒരു വ്യൂ കൺട്രോൾ സി അടിച്ച് ഇപ്പൊ ഇവിടെ രണ്ട് ക്യാമറ വന്ന്. സോറി, ഞാൻ ഇപ്പോൾ ഒരു ക്യാമറ കൺട്രോൾ സി അടിച്ച് ഇൻസേർട്ട് ചെയ്ത്. ഇനി നേരത്തെ നവാസ് പറഞ്ഞ പോലെ ഒരു ഫ്രീ ക്യാമറ എടുത്ത് അടുത്തൊരു വ്യൂ പോർട്ട് എടുത്തിട്ട് ക്യാമറ സെറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു ക്യാമറ സെറ്റ് ചെയ്ത് കൊടുത്ത് ഇപ്പൊ രണ്ട് ക്യാമറ ആയില്ല വ്യൂ പോർട്ടില്. ഇവിടെ നമ്മൾ സി അടിക്കുമ്പോ നമ്മളടുത്ത് ചോദിക്കും, സി അടിച്ചു കഴിഞ്ഞാല് ക്യാമറ ഏതാ വേണ്ടത്. രണ്ട് ക്യാമറ ഉണ്ടാകുമ്പോ നമുക്ക് ക്യാമറ ലിസ്റ്റ് വരും. ഇവിടെ നമുക്ക് ക്യാമറ ഒന്ന് വേണമെങ്കിൽ ഒന്നടിക്കാം, രണ്ട് വേണമെങ്കിൽ രണ്ടടിക്കാം. ഇനിയിപ്പോ ക്യാമറ നമ്മളൊരു 5-6 വ്യൂ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ക്യാമറ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്യാമറന്റെ പേര് മാറ്റാൻ പറ്റും. ഞാനിപ്പോ ഈ ക്യാമറ ഫ്രീന്ന് കൊടുത്ത്, അപ്പൊ ക്യാമറ നമ്മൾ സി അടിക്കുമ്പോ ക്യാമറന്റെ പേര് മാറ്റിട്ട് നമ്മൾ കൊടുത്ത പേര് വന്നിട്ടുണ്ടോ. നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാം ഏത് വ്യൂ ആണെന്നുള്ളത്. ഓക്കെ, ഇങ്ങനെ സെപ്പറേറ്റ് സെലക്ട് ചെയ്തിട്ട് റെൻഡർ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഫൈനൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൊടുത്ത മെറ്റീരിയൽ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് സെലക്ട് ചെയ്ത് റെൻഡർ ചെയ്ത് ഉറപ്പുവരുത്തുക ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ റെഡി ആണെന്നുള്ളൂ.
നമ്മൾ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, മെറ്റീരിയല് എല്ലാത്തിന്റെയും ഫിനിഷിങ്ങും എത്രത്തോളം അതിന്റെ ഷൈനിങ് വേണമെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ അത് ഞാൻ ഓൾറെഡി അറിയാവുന്നോണ്ട് വാല്യൂ കൊടുത്ത്. ഇപ്പൊ നവാസ് ഇപ്പൊ ഒരു പുതിയ പ്രൊജക്ട് ചെയ്യാണ്, അപ്പൊ എത്രത്തോളം ഓരോന്നിലും എഫക്ട് വന്നിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റിയെന്ന് വരില്ല. എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ക്യാമറ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഫൈനൽ ഔട്ട് എടുക്കാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യാ, ഇതേപോലെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം വ്യൂ പോർട്ടിൽ വെക്കുക, ആവശ്യമുള്ള ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ആൾട്ട് ക്യൂ അടിക്കുക, ആ മെറ്റീരിയൽ റെൻഡർ ചെയ്ത് നോക്കുക. അങ്ങനെ കൊടുക്കുന്നതെല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് റെൻഡർ ചെയ്യാം. ഇതിപ്പോ ബാക്കിയുള്ളതെല്ലാം ഹൈഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒബ്ജക്റ്റ് മാത്രം സെലക്ട് ചെയ്ത് റെൻഡർ ചെയ്യുന്നത് എന്തിനാന്ന് മനസ്സിലായോ? അല്ലാതെ മറ്റിപ്പോ ഓരോന്ന് ചെയ്താല് അതിന്റെ എത്ര ക്ലാരിറ്റിയും കാര്യമില്ലെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അത് മാത്രല്ല, ഞാനിപ്പോ ഇവിടെ അൺഹൈഡ് ഓള് കൊടുത്ത് ഇവിടെ റെൻഡർ ചെയ്യുമ്പോ എനിക്ക് ഇതൊക്കെ റെൻഡർ ആയി വരാൻ ഒരുപാട് ടൈം വേസ്റ്റ് ആവും. ഈ ഒരു ഒബ്ജക്റ്റ് മാത്രം നമ്മൾ എടുത്തിട്ട് റെൻഡർ ചെയ്യുമ്പോ ഈ ബാക്കിയുള്ള സ്ഥലത്ത് ബ്ലാങ്ക് ആയിരിക്കും. അവിടെ ഒന്ന് റെൻഡർ ചെയ്യാൻ അധികം സമയം വേണ്ട, പെട്ടെന്ന് ആയി കിട്ടിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ടൈമും ലാഭിക്കാൻ പറ്റും. നമ്മളെ എക്സ്റ്റീരിയർ വ്യൂവില് അതേപോലെ ക്യാമറ ഫ്രീ ക്യാമറ സെറ്റ് ചെയ്യാതെ കൺട്രോൾ സി അടിച്ച് റെൻഡർ ചെയ്ത് നോക്കല്ലേ. ഓക്കെ, ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് അല്ലേ? അതേപോലെ നമ്മള് ഡേ വ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഇപ്പൊ നമ്മൾ നൈറ്റ് വ്യൂ ചെയ്ത് അതിനിവിടെ ലൈറ്റ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ ഇവിടെ കാണാനുണ്ട്. നമ്മള് ഇപ്പൊ നേരത്തെ നമ്മള് എക്സ്ട്രാ കൊടുത്ത വീറെ പ്ലെയിൻ ലൈറ്റ്, ഡോം ലൈറ്റ്, IAS ലൈറ്റ്, ടാർഗറ്റ് ലൈറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഇപ്പൊ ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതേപോലെ വീറെ ലൈറ്റ് മെറ്റീരിയൽ നമുക്ക് കളയണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ സ്ലോട്ടിൽ തന്നെ പോയിട്ട് ഓഫ് ചെയ്ത് കൊടുക്കണം. ലൈറ്റ് മെറ്റീരിയലിന്റെ ആവശ്യമില്ല. അതേപോലെ സെറ്റിങ്സ്, നമ്മള് ടെസ്റ്റ് റെൻഡർ ചെയ്യുമ്പോൾ സെറ്റിങ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് അതേപോലെ വേറെ സെറ്റിങ്സും ഫുള്ള് നമ്മള് ഓരോ പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോഴും ഇപ്പൊ വേറെ ക്യാമറക്ക് കൊടുക്കുന്ന സെറ്റിങ്സ് ആയിരിക്കൂല ഫ്രീ ക്യാമറക്ക് കൊടുക്കുക. നൈറ്റിൽ കൊടുക്കുന്ന സെറ്റിങ്സ് എല്ലാം നമ്മള് ഡേയില് കൊടുക്കുക. അപ്പൊ 2ഉം 3ഉം ടൈപ്പ് സെറ്റിങ്സ് ഇതിനെല്ലാം മാറ്റി മറിച്ച് ചെയ്ത് സെറ്റിങ്സ് സേവ് ആക്കി ചെയ്ത് പഠിക്കാൻ വേണം കേട്ടോ. ഓരോ പോർഷനും ഏതൊക്കെ ഏരിയയിൽ ഏതൊക്കെ അവസരത്തിൽ നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കണം, ഓഫ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണം. നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് അസൈൻ റെൻഡറിൽ പ്രൊഡക്ഷന്റെ ഏരിയ. ഇവിടെ ഇപ്പൊ പ്രൊഡക്ഷന് വേറെ അഡ്വാൻസ്ഡിലുണ്ട്. ഇവിടെ ആക്റ്റീവ് ഷെയ്ഡ് എന്നുള്ളത് എന്ത് ചെയ്യാ, നമുക്ക് ചേഞ്ച് ആക്കിയിട്ട് വേറെ RT സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ കോമണില് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത് ഇതിന്റെ സൈസ് ആണ്, ഔട്ട്പുട്ട് സൈസ്. ഔട്ട്പുട്ട് സൈസ് ഇപ്പൊ ഞാൻ HD TV തന്നെ കീപ്പ് ചെയ്യാണ്. വേറെ എടുത്ത് ഫ്രെയിം ബഫർ ഓൺ ആണ്. ഗ്ലോബൽ സ്വിച്ചിൽ എന്ത് ചെയ്യാ, ഇവിടെ ഹിഡൻ ലൈറ്റ് ടിക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഡിഫോൾട്ട് ലൈറ്റ് എന്നുള്ളത് ഓഫ് വിത്ത് GI കൊടുക്കുക. പിന്നെ ഇമേജ് സാമ്പിളറില് ടൈപ്പ് അഡാപ്റ്റീവ് തന്നെ കീപ്പ് ചെയ്യുക. ഇവിടെ ഫിൽറ്റർ കണ്ടില്ലേ, ഇത് നമുക്കിവിടെ കട്ട്മോൾ റോം എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അല്ലെങ്കിൽ ഈ
മിഡ്സെൽ നേട്രാവലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ലേ ഇപ്പൊ ഓൾറെഡി ഉള്ള. ഇത് ഞാൻ ഓൾറെഡി ഇവിടെ ഫയല് സേവ് ചെയ്ത് വെച്ചതാണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഒന്നെങ്കിൽ ഇത് തന്നെ കൊടുക്കാം നമുക്ക്, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ കട്ട് മോഡ് റോം കൊടുക്കാം. ഇവിടെ അഡാപ്റ്റീവ് ഇമേജ് സാമ്പിളർ, ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. ഇവിടെ ഇപ്പോ മിനിമം സബ് ഡിവിഷന് ഒന്നല്ല ഉള്ളത്, അത് ഒന്നിൽ തന്നെ കീപ്പ് ചെയ്യാം. ഇവിടെ മാക്സിമം സബ് ഡിവിഷൻ 20 എന്നുള്ളത് ടെസ്റ്റ് റെൻഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 10 ആ ഒരു വാല്യൂ കൊടുക്കാം. കാരണം ഇത് ഒരു മാറ്റം എങ്ങനെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിപ്പോ ഇവിടെ വീറേ സണ്ണ് സെലക്ട് ചെയ്ത്, ഈ വീറേ സണ്ണില് ഇവിടെ ഷാഡോ സബ് ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കണ്ടോ, 3 എന്നുള്ള വാല്യൂ. ഇവിടെ ഇപ്പൊ 3 ആ ഉള്ളത്. ഞാനിവിടെ മാക്സിമം സബ് ഡിവിഷൻ 10 കൊടുത്തിട്ടുണ്ട്. അപ്പോ 10 into 3 ടൈംസ്, അത്രയും ക്ലാരിറ്റിയില് റെൻഡറിങ് ടൈമിൽ നമുക്ക് മാറ്റം വരും. മനസ്സിലായോ? ഞാനിപ്പോ ഇവിടെ 20 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സണ്ണിന്റെ സബ് ഡിവിഷൻ 3 എന്നുള്ളത് 3 into 20 ടൈംസ്, അത്രയും ക്ലാരിറ്റിയിൽ മാറ്റം വരും. അത് ഈ സണ്ണിന് മാത്രമല്ല, നമ്മൾ ലൈറ്റിൽ കൊടുക്കുന്ന സബ് ഡിവിഷൻ ആയിക്കോട്ടെ, ഇനിയിപ്പോ ഇവിടെ മെറ്റീരിയലിൽ കൊടുക്കുന്ന സബ് ഡിവിഷന്, ഇപ്പൊ ഒരു മെറ്റീരിയൽ എടുത്ത് അതിന്റെ ഇവിടെ സബ് ഡിവിഷൻ കണ്ടില്ലേ, റിഫ്ലക്ഷൻ ഇവിടെ നമ്മളിവിടെ 8 കൊടുത്തിട്ടുള്ളത്. ആ 8ന്റെ ഇപ്പൊ നമ്മൾ കൊടുത്തത് ടെസ്റ്റ് റെൻഡറിന് എമൗണ്ട് സബ് ഡിവിഷന്റെ മാക്സിമം വാല്യൂ 10 ആണെന്നുണ്ടെങ്കിൽ 10 into 8 അത്രയും ടൈംസ് ക്ലാരിറ്റിയിൽ മാറ്റം വരും. ഓക്കെ ആണോ? ഇവിടെ ഞാനിപ്പോ ഒരു 50 കൊടുക്കുകയാണെങ്കിൽ 50 into 8 അത്രയും ടൈംസ് ക്ലാരിറ്റിയിൽ മാറ്റം വരും. അപ്പൊ അതിനനുസരിച്ച് റെൻഡറിങ്ങിന്റെ ടൈമിങ്ങിലും മാറ്റം വരും. ഇവിടെ നമ്മൾ മാക്സിമം സബ് ഡിവിഷൻ 10 കൊടുക്കാൻ കാരണം ടൈം നമുക്ക് ലാഭിക്കാൻ വേണ്ടിട്ട്. ടെസ്റ്റ് റെൻഡർ ചെയ്യുമ്പോ നമുക്ക് ടൈം അത്ര കുറച്ചല്ലേ വേണ്ടുള്ളൂ. അപ്പൊ സബ് ഡിവിഷൻ 10 കൊടുക്കുക. ഇത് ഫൈനൽ ആക്കുമ്പോ എന്ത് ചെയ്യാ, ഒരു 50, 60 ആ ഒരു എമൗണ്ട് കൊടുക്കാം. ഫൈനൽ റെൻഡറിങ്ങിലാണ് ഇപ്പൊ പറയുന്ന സെറ്റിംഗ്സിലൊക്കെ മാറ്റം വരുത്തേണ്ടത്. ഒന്ന് ഇപ്പൊ ഇവിടെ പറഞ്ഞ സബ് ഡിവിഷന് കൂട്ടി കൊടുക്കുക. അതേപോലെ ഈ ഹിഡൻ ലൈറ്റ്സ്, ഇത് എവിടെ വന്നാലും നമുക്ക് ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ടിക്ക് ഓഫ് ചെയ്തിട്ട് തന്നെ വർക്ക് ചെയ്യാം. അതേപോലെ അതിന്റെ താഴെയുള്ള ഡിഫോൾട്ട് ലൈറ്റ് എന്നുള്ളത് ഓഫ് വിത്ത് GI കൊടുക്കുക. പിന്നെ നോക്കാനുള്ളത് അഡാപ്റ്റീവ് ഇമേജ് സാമ്പിളറിൽ അതിലിപ്പോ പറഞ്ഞ മാറ്റാണ് വരിക. ഇവിടെ 10 കൊടുത്താൽ ടൈം 10 പ്രാവശ്യം അതിന്റെ ക്ലാരിറ്റി കൂടും. അപ്പൊ ഫൈനൽ ടൈമിൽ മാത്രം എന്ത് ചെയ്യാം, ഇവിടെ 50, 60 എന്നുള്ള വാല്യൂ കൊടുക്കുക. പിന്നെ വരുന്നത് ഗ്ലോബൽ DMC. ഇവിടെ ഇപ്പൊ നമ്മളൊന്നും ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമില്ല. ഫൈനൽ റെൻഡർ ചെയ്യുന്ന സമയത്ത് ഈ നോയിസ് ത്രെഷോൾഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കണ്ടില്ലേ, ഇവിടെ എന്ത് മാറ്റം വരുത്തുക വെച്ചാല് 0.005 ആ ഒരു വാല്യൂ കൊടുക്കുക. ഇപ്പൊ ഉള്ളത് 0.01 ആണ്. ഫൈനൽ നമ്മൾ എടുക്കേണ്ട 0.005. 0.005 നോയിസ് ത്രെഷോൾഡ്. ഓക്കെ, ഇപ്പൊ ഞാൻ പഴയ എമൗണ്ട് തന്നെ കീപ്പ് ചെയ്യാണ്, 0.01. അതേപോലെ എക്സ്റ്റീരിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എൻവയോൺമെന്റ് ഓൺ ആക്കി കൊടുക്കാം. എന്നാൽ തന്നെ ടെസ്റ്റ് റെൻഡർ ആണെന്നുണ്ടെങ്കിൽ ഓൺ ആക്കേണ്ട ആവശ്യമില്ല. മെറ്റീരിയൽ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എക്സ്റ്റീരിയർ നമ്മൾ ചെയ്യണ സമയത്ത് GI ഓൺ ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഫൈനൽ ഔട്ട്പുട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ GI ഓൺ ആക്കി കൊടുക്കുക. അതിന് താഴത്തുള്ള റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എൻവയോൺമെന്റ് ഓൺ ആക്കി കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോ ഇവിടെ ഒരു മാറ്റം കാണിച്ചതാ. ഞാൻ ക്യാമറ വ്യൂവിൽ വന്ന് ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്യാം.
ഇപ്പൊ ഈ കൊടുത്ത മെറ്റീരിയലില് നമുക്ക് ജി ഐ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഗ്ലോബൽ ഇലൂമിനേഷൻ എന്ന് പറയും. നമ്മൾ കൊടുക്കുന്ന ഇപ്പൊ ഇവിടെ എൻവയോൺമെന്റില് നമ്മൾ ജസ്റ്റ് ടിക്ക് ഓൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ജി ഐ എൻവയോൺമെന്റ് ടിക്ക് ചെയ്തിട്ടുണ്ട്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എൻവയോൺമെന്റും ടിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. അതിന്റെ അപ്പുറത്ത് നണ്ണ് എന്ന് പറഞ്ഞിട്ടുള്ള 2 കോളം കണ്ടില്ല, അത് കാലിയാണ് അല്ലെ? അപ്പൊ അതിലേക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടെ ടിക്ക് ഓൺ ചെയ്തെന്നല്ലാതെ ഒരു കമാൻഡ് കൊടുത്തിട്ടില്ല അതിലേക്ക് എന്ത് വരണം എന്നുള്ളത്. ഇങ്ങനെ റെൻഡർ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോ ഈ റൂഫ് ടൈലിന് കുറച്ച് റിഫ്ലക്ഷനും ഗ്ലോസിനെസ്സും ഒക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിലേക്ക് സ്കൈ വെച്ച് കഴിഞ്ഞാല് സ്കൈന്റെ ഒരു ലൈറ്റ് പിടിച്ചെടുക്കും, ആ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു എഫക്റ്റ്. അതായത് ആ ടൈലിലേക്ക് ഇപ്പോ സ്കൈ തട്ടിക്കഴിഞ്ഞാല് സൈഡിൽ നിന്ന് നോക്കുമ്പോ നമുക്ക് സ്കൈന്റെ ഒരു ചെറിയ ഷെയ്ഡിങ് ആ ടൈലിലൊക്കെ കാണാൻ പറ്റും, നല്ല റിഫ്ലക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ. അത് വരാൻ വേണ്ടിയിട്ടാണ് ഈ നണ്ണ് എന്നുള്ള കോളം. ഇവിടെ ഇപ്പൊ ഈ നണ്ണ് എന്നുള്ളടത്ത് എന്ത് ചെയ്യാം, ഞാൻ വേറെ സ്കൈ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 8 അടിച്ച് ഇവിടെ നമുക്ക് എൻവയോൺമെന്റിൽ വേറെ സ്കൈ ഉണ്ടാവും. ഇത് ഇവിടെ കോപ്പി ചെയ്യാ. നമ്മളെ ഇപ്പൊ എവിടെയാണ് ആഡ് ചെയ്യേണ്ടത് ആ ഏരിയയിൽ വരിക. ഈ നണ്ണ് എന്നുള്ളടത്ത് റൈറ്റ് ബട്ടൺ നെക്കിയിട്ട് പേസ്റ്റ് ആസ് ഇൻസ്റ്റൻസ് കൊടുക്കുക. അതേപോലെ ഇപ്പൊ എൻവയോൺമെന്റിന് മാത്രമേ ഈ ഒരു സ്കൈന്റെ എഫക്ട് വന്നിട്ടുള്ളൂ. ഇത് നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്നതും അതേപോലെ റിഫ്രാക്ട് ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ മെറ്റീരിയലും കൊടുക്കണം. അപ്പൊ ഒരു വിൻഡോ ഉണ്ട്, ആ വിൻഡോയില് നമുക്ക് റെൻഡർ ചെയ്യുമ്പോ പുറത്തത്തെ കാര്യങ്ങൾ കാണേണ്ടി വരും. വിൻഡോന്റെ ഗ്ലാസ് റിഫ്ലക്ട് ചെയ്യുമല്ലോ. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഈ സ്കൈ എന്ത് ചെയ്യാം, കോപ്പി അടിച്ചിട്ട് ഇവിടെയും പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ അല്ലേ? ഇനി ഇവിടെ അതിന്റെ താഴെ ഒരു റിഫ്രാക്ഷൻ എൻവയോൺമെന്റ് ഉണ്ട് അല്ലെ? ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യലില്ല, എന്നാലും അതിന്റെ യൂസേജ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇത് ഓൺ ആക്കി കഴിഞ്ഞാല് ഇതിന്റെ മാപ്പിലേക്ക് നമ്മൾ പുറത്ത് ഇപ്പൊ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോ അങ്ങനത്തെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, വെള്ളത്തിലും അതേപോലെ നമുക്ക് സ്കൈ കാണാൻ പറ്റുമല്ലോ, നൈറ്റ് ആണെങ്കിലും ഡേ ആണെങ്കിലും. അപ്പൊ ഇവിടെ നമ്മൾ ഇതേപോലെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ആ വെള്ളത്തിലും സ്കൈന്റെ എഫക്ട് കിട്ടും. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഹലോ, ഓക്കെ അല്ലേ? ഇവിടെ റിഫ്രാക്ഷൻ എന്നുള്ള ഉദ്ദേശം മനസ്സിലായില്ല. നമ്മള് റിഫ്രാക്ട് ആയി പറഞ്ഞാൽ ഇപ്പോ ഒരു ഗ്ലാസ് റിഫ്രാക്ഷൻ ആണ്, നമുക്ക് ഇവിടെ ഉള്ള ഒരു അപ്പുറത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റും. അതേപോലെ തന്നെയാണ് വെള്ളത്തിന്റെ കേസ് വരുന്നത് അല്ലെ, റിഫ്രാക്ട് ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒബ്ജക്റ്റിൽ എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റിഫ്രാക്ഷൻ ഓൺ ആക്കിയിട്ട് എൻവയോൺമെന്റ് ആഡ് ചെയ്ത് കൊടുക്കുക. കളർ മാപ്പിംഗ്. കളർ മാപ്പിംഗിൽ ടൈപ്പ് നമ്മൾ എന്ത് ചെയ്യാ, എക്സ്പോണൻഷ്യൽ ആക്കുക. അതേപോലെ അതിന്റെ താഴെ മോഡ് എന്ന് കാണിക്കും. മോഡ് എന്നുള്ളത് കളർ മാപ്പിംഗ് ഓൺലി നോ ഗാമ എന്നുള്ള ഒരു ഓപ്ഷൻ ആണ്, അത് കൊടുക്കുക. ഇവിടെ സബ് പിക്സൽ മാപ്പിംഗ് എന്നുള്ളത് ടിക്ക് ഓഫിലായിരിക്കും ഉണ്ടാവുക, ഇത് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അടുത്തത് ജി ഐയിലേക്ക് വരാം. ഇവിടെ എനബിൾ ജി ഐ, ചിലപ്പോ എനബിൾ ജി ഐ ഉണ്ടാവില്ല, അപ്പൊ നമ്മൾ അറിയാലോ, ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യൂല് കാണണമെന്നുണ്ടെങ്കിൽ എനബിൾ ജി ഐ കൊടുക്കുക. പ്രൈമറി എഞ്ചിൻ റേഡിയസ് മാപ്പ് കൊടുക്കുക. സെക്കൻഡറി എഞ്ചിൻ ലൈറ്റ് ക്യാച്ച് കൊടുക്കുക. അതേപോലെ ആംബിയന്റ് ഒക്ലൂഷൻ എന്നുള്ളൊരു ഭാഗം പറഞ്ഞിരുന്നു അല്ലേ? ആംബിയന്റ് ഒക്ലൂഷന് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് ഓഫിലായിരിക്കും ഉണ്ടാവുക. ഇതിന്റെ റേഡിയസ് അതേപോലെ കുറവായിരിക്കും, നമുക്കൊരു 80 to 100 എമൗണ്ട് കൊടുക്കുക. അതേപോലെ ടെസ്റ്റ് റെൻഡർ ചെയ്യുമ്പോൾ സബ് ഡിവിഷൻ നമുക്കൊരു 10 കൊടുക്കുക. ഫൈനൽ റെൻഡർ ചെയ്യുമ്പോൾ ഒരു 100 വരെ കൊടുക്കുക. എത്ര വേണേലും സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി പോലെ കൊടുക്കാം. ഒരു 40 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ റേഡിയൻസ് മാപ്പിൽ ക്വാളിറ്റി ചെക്ക് ചെയ്യുക.
ഇപ്പോൾ ടെസ്റ്റ് റൺ ആകുമ്പോൾ നമുക്ക് ലോ മതി. അതേപോലെ ലൈറ്റ് ക്യാച്ചിലെ സബ് ഡിവിഷനും ഫൈനലാകുമ്പോൾ കൂട്ടി കൊടുക്കുക. ഒരു 1250 ഒക്കെ കൊടുക്കാം. ഇവിടെ ലൈറ്റ് ക്യാച്ച് ഇപ്പോൾ നോർമല് 800 മതി സബ് ഡിവിഷൻ ടെസ്റ്റിലേക്ക്. പിന്നെ സെറ്റിങ്സിൽ ഡൈനാമിക് മെമ്മറി ലിമിറ്റ് പെർ MB എന്നുള്ളത് ഒരു 50,000 കൊടുക്കുക. ഇതാണ് നമ്മുടെ ടെസ്റ്റ് റണ്ടറിന്റെ ബേസിക് സെറ്റപ്പ് കേട്ടോ. ഓക്കെ, അത് ഡേ വ്യൂ റെൻഡറിങ് തന്നെയാണ് ഇപ്പൊ നടക്കുന്നത്. നവാസിന് ഇപ്പൊ തന്ന പ്രൊജക്ട് കംപ്ലീറ്റ് ആയോ? മെറ്റീരിയലും ലൈറ്റിംഗ് എല്ലാം കൊടുത്ത് എങ്ങനെ ലൈറ്റ് ഫുള്ളായിട്ട് ബാക്കിയുണ്ട്. കുറച്ച് ബാക്കിയുണ്ട്. അപ്പൊ അതിന്റെ ഒന്ന് റെൻഡർ ചെയ്തിട്ട് ഇന്ന് ഗ്രൂപ്പിൽ ഇടാൻ പറ്റുമോ? ടെസ്റ്റ് റെൻഡർ ചെയ്ത് വിട്ടാൽ മതി, ഫൈനൽ ചെയ്യണമെന്നില്ല. റൂഫിന്റെ ടൈലില് കണ്ടില്ലേ മാറ്റം വന്നത്? നമ്മള് GI ഓൺ ആക്കി കൊടുത്ത് എൻവയോൺമെന്റില് റിഫ്ലക്ഷൻ എന്നുള്ള സ്ഥലത്തും GI എൻവയോൺമെന്റ് എന്നുള്ള സ്ഥലത്തും നമ്മൾ സ്കൈ ആഡ് ചെയ്ത് കൊടുത്ത്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു മാറ്റാണ് ഇവിടെ ഈ ടൈലിന്റെ ഏരിയയില് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് വീറ ക്യാമറ നോക്കാം അല്ലെ. വീറ ക്യാമറ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫൈനൽ റെൻഡറിങ്ങിന്റെ ടൈമിൽ മാത്രമാണ്. ടെസ്റ്റ് റെൻഡറിങ്ങിന് വീറ ക്യാമറ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈം ഒരുപാട് നഷ്ടം പറ്റും. കാരണം അതിൽ റെൻഡർ ചെയ്തെടുക്കാൻ സമയം ആവശ്യമുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ വീറ ക്യാമറ, നമ്മൾ ഫ്രീ ക്യാമറന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് വീറ ക്യാമറയും സെറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്കൊരു വ്യൂവില് പോയിട്ട് അവിടെ നമുക്ക് വീറ ക്യാമറ സെറ്റ് ചെയ്യുന്നത് റിസ്ക് ആണ്. അപ്പൊ നമുക്ക് അതിനൊരു ഷോർട്ട് വേ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഈ ഒരു വ്യൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്യാമറ കിട്ടാൻ വേണ്ടിയിട്ട് Ctrl+C അടിക്കാം, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇപ്പൊ Ctrl+C അടിച്ചപ്പോ നമ്മൾ കാണുന്ന ഈ വ്യൂവില് ഒരു ക്യാമറ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വീറ ക്യാമറയിലേക്ക് വരുന്നത്, ക്യാമറയിൽ വരിക, ടൈപ്പ് സ്റ്റാൻഡേർഡ് മാറ്റിയിട്ട് വീറയാക്കുക. ഇവിടെ വീറ ഫിസിക്കൽ ക്യാമറ എന്നുള്ളൊരു ഓപ്ഷനാണ്. നമ്മളിവിടെ വീറ ഫിസിക്കൽ ക്യാമറ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ക്യാമറനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വീറ ഫിസിക്കൽ ക്യാമറ സെറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാമറ വരക്കാം. ഫസ്റ്റ് വരക്കുന്നത് ക്യാമറ ആയിരിക്കും, സെക്കൻഡ് വരക്കുന്നത് ടാർഗറ്റ് ആയിരിക്കും. അതായത് ഞാൻ ഇപ്പോൾ ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്ത് ക്യാമറ വന്ന് ആ മൗസിന്റെ ക്ലിക്ക് ഒഴിവാക്കാണ്ട് തന്നെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് കൂടിയും കിട്ടും. അപ്പോ ഫസ്റ്റ് ക്ലിക്കിൽ ക്യാമറ വെച്ച് ടോപ്പ് വ്യൂ എന്നായിരിക്കും നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്യുക. ടോപ്പ് വ്യൂവിൽ വരിക, ക്യാമറ വെക്കുക, ഡ്രാഗ് ചെയ്യുക, ടാർഗറ്റ് വെച്ചു കൊടുക്കുക. ഇത്രയൊക്കെ അല്ലേ? ടോപ്പ് വ്യൂവിൽ വരിക, നമ്മൾ ആദ്യം വ്യൂ പോർട്ടിൽ വന്ന് പെർസ്പെക്റ്റീവിൽ വന്ന് ഒരു വ്യൂ സെലക്ട് ചെയ്ത് Ctrl+C അടിച്ച് അവിടെ ക്യാമറ ആഡ് ചെയ്ത്, എന്നിട്ട് ടോപ്പ് വ്യൂവിൽ വന്ന് വീറ ക്യാമറ എടുത്ത് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ടാർഗറ്റ് കണ്ട് ഓക്കെ, വീറ ക്യാമറയും സെറ്റ് ചെയ്തു. ഇനി ഈ വീറ ക്യാമറനെ എനിക്ക് ഇവിടെ ഉള്ള ടാർഗറ്റ് ഈ ഫ്രീ ക്യാമറയിലെ വ്യൂവിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്.
ഒന്ന് ടാർഗറ്റ് പോയിന്റ് നമുക്ക് ഈ വീട്ടിൽ വെച്ചിട്ട് ക്യാമറ വ്യൂവിൽ നോക്കാം. ഇവിടെ ക്യാമറ അടിച്ചു കഴിഞ്ഞാല് ഏതാ ക്യാമറ വേണ്ട ചോദിക്കും. ക്യാമറ 001 എന്നുള്ളത് ഫ്രീ ക്യാമറയാണ്. ഇവിടെ വീറെ ക്യാമറ എന്നുള്ളത് നമ്മൾ വെച്ച വീറെ ഫിസിക്കൽ ക്യാമറയാണ്. ഞാൻ ഇവിടെ വീറെ ഫിസിക്കൽ ക്യാമറ സെലക്ട് ചെയ്ത് ഓക്കെ അടിച്ച് ഇങ്ങനെ നമുക്ക് ടാർഗറ്റും വ്യൂവും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീറെ ക്യാമറ സെറ്റ് ചെയ്യാം. ഇവിടെ വീറെ ക്യാമറ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രോപ്പർട്ടീസ് കിട്ടും. നമുക്ക് അതിന്റെ ഫിലിം ഗേറ്റും ഫോക്കൽ ലെങ്ത് വെച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നമുക്ക് ടൈം ലാപ്സ് ആയി പോകുന്ന ഒരു പ്രോഗ്രാമിംഗ് അല്ലേ. അപ്പൊ നമുക്കൊന്ന് പെട്ടെന്ന് നമ്മൾ നേരത്തെ കണ്ട പോലുള്ള ഒരു വ്യൂവിലേക്ക് ക്യാമറനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഉള്ള ഒരു മെത്തേഡാണ് പറയുന്നത്. സെക്കൻഡ് മെത്തേഡ്, ക്യാമറ റോൾ ചെയ്ത് ഞാനിവിടെ സെലക്ഷൻ ക്യാമറ ഓൺലി കൊടുത്തിട്ടോ. ഇനിയിപ്പോ ഞാൻ ക്യാമറനെ എനിക്ക് 2 ഭാഗമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ക്യാമറ സെലക്ട് ചെയ്യാൻ പറ്റും, അടുത്തത് ക്യാമറ ടാർഗറ്റും സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ക്യാമറ സെലക്ട് ചെയ്ത് ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടോ, അലൈൻ എന്ന് പറഞ്ഞിട്ട്. അലൈൻ ക്ലിക്ക് ചെയ്ത് അലൈൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചോദിക്കുന്ന കമാൻഡ് എന്താന്ന് വെച്ചാല് അടുത്ത ക്യാമറ ഏത് ക്യാമറ വ്യൂവിലേക്കാണ് നമുക്ക് ഈ ക്യാമറനെ മാറ്റേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ക്യാമറനെ സെലക്ട് ചെയ്ത് അലൈൻ അടിച്ച് ആവശ്യമുള്ള ക്യാമറ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് അലൈൻ സെലക്ഷന്റെ ഒരു പ്രോപ്പർട്ടി ലിസ്റ്റ് വരും. ഇതില് നമ്മള് 2 കാര്യങ്ങൾ നോക്കണം. ഒന്നിവിടെ കറന്റ് ഒബ്ജക്റ്റ് എന്നുള്ളത് പിവറ്റ് പോയിന്റ് ആണോ ചെക്ക് ചെയ്യുക, ടാർഗറ്റ് ഒബ്ജക്റ്റ് അതും പിവറ്റ് പോയിന്റ് ആണോ ചെക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പിവറ്റ് പോയിന്റിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ മുകളിൽ കാണാം അല്ലെ, എക്സ് പൊസിഷൻ, വൈ പൊസിഷൻ, സെഡ് പൊസിഷൻ. ഇത് 3ഉം ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പൊ ഓൾറെഡി ടിക്ക് ഓണിലാണ് ഉള്ളത്. സാധാരണ ടാർഗറ്റിന്റെ കാര്യം നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ സെലക്ഷൻ ഒക്കെ മാറിയിട്ട് വരിക. ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം, ഓക്കെ അടിക്കാം. ഇപ്പൊ ക്യാമറ നമ്മള് പഴയ ക്യാമറയിലേക്ക് പോയി. ഇനി ടാർഗറ്റ് കൂടി ഇപ്പൊ ചെയ്ത അതേ മെത്തേഡിൽ ചെയ്ത് കൊടുക്കാം. അപ്പോ അതിന് വേണ്ടിട്ട് ടാർഗറ്റ് സെലക്ട് ചെയ്ത് അലൈൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് അടുത്ത ക്യാമറന്റെ ടാർഗറ്റിലേക്ക് വന്നു. ഇവിടെ കണ്ടോ പിവറ്റ് പോയിന്റ് 2ഉം സെലക്ഷനിലുണ്ട്. ഇവിടെ പൊസിഷന് സെലക്ഷനിലില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ ടാർഗറ്റ് മാറാത്തത്. അപ്പൊ ഇവിടെ എക്സ്, വൈ, സെഡ് ഇത് 3ഉം ടിക്ക് ഓൺ ചെയ്ത് അപ്പൊ ടാർഗറ്റ് മാറിയിട്ട് നമ്മുടെ ഫ്രീ ക്യാമറന്റെ ടാർഗറ്റിലേക്ക് അലൈൻ ആയിട്ടുണ്ട്. ഇവിടെ അപ്ലൈ കൊടുക്കുക, ഓക്കെ അടിക്കുക. ഇനി നമുക്ക് പഴയ ക്യാമറന്റെ ആവശ്യമില്ല, നമുക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ക്യാമറ വ്യൂ നോക്കി കഴിഞ്ഞാല് വീറെ ക്യാമറ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ക്യാമറയിലേക്ക് വന്നിട്ടുണ്ടാവും. ക്യാമറയിലേക്കല്ല, നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ക്യാമറ വ്യൂവിലേക്ക് വന്നിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് ഇനി ക്യാമറ വ്യൂ പോട്ടുന്ന തന്നെ നമുക്ക് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ലെഫ്റ്റിൽ കണ്ടോ ഒരു ഗോൾഡൻ കളറിൽ വീറെ ക്യാമറ എന്ന് പറഞ്ഞിട്ട് മൗസ് വെക്കുമ്പോ സെലക്ഷൻ വരുന്നത്. ഇവിടെ റൈറ്റ് ക്ലിക്ക് അടിക്കുക. ഇവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെലക്ട് ക്യാമറ അടിക്കാൻ പറ്റും. അതേപോലെ ക്യാമറ ടാർഗറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് ഇവിടെ തന്നെ മൂവ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാ അഡ്ജസ്റ്റ്മെന്റും ചെയ്യാം. ഇപ്പൊ ക്യാമറ വ്യൂ തന്നെ എനിക്ക് ഇവിടെ ഒരു ക്യാമറന്റെ പ്രോപ്പർട്ടി ലിസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് അല്ലെ. ഞാനിവിടെ പെർസ്പെക്റ്റീവ് വ്യൂവിൽ വരണം, എന്നിട്ട് ക്യാമറ സെലക്ട് ചെയ്യണം, എന്നാലേ അതിന്റെ ലിസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ കേസിലൊക്കെ എന്ത് ചെയ്യാ, നമുക്ക് ഇവിടെ ക്യാമറയിൽ വന്നു കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് സെലക്ട് ക്യാമറ അടിക്കുക. വ്യൂ പോർട്ടിൽ നിന്ന് നമ്മൾ പുറത്ത് പോകാണ്ട് തന്നെ എന്ത് ചെയ്യും, ക്യാമറന്റെ പ്രോപ്പർട്ടി ലിസ്റ്റ് കിട്ടും. ഓക്കെ, ഇവിടെ പിന്നെ നമ്മൾ ക്യാമറ സെറ്റിംഗ്സിൽ നോക്കാനുള്ളതെന്ന് വെച്ചാല് ഇവിടെ വൈറ്റ് ബാലൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ. ഈ വൈറ്റ് ബാലൻസ് എന്ത് ചെയ്യാ, D65 എന്നുള്ളൊരു ഓപ്ഷന് നമുക്ക് ന്യൂട്രൽ എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കാം.
ന്യൂട്രലിലേക്ക് മാറ്റി കൊടുത്ത് അതേപോലെ ഷട്ടർ സ്പീഡ് ഇവിടെ 200 ആണ് ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക. അത് നമുക്കൊരു 60 അല്ലെങ്കിൽ 70 ആ ഒരു എമൗണ്ടിൽ വെക്കുക. കാരണം അതിന്റെ ബ്രൈറ്റ്നെസ്സിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എമൗണ്ടിലേക്ക് വെക്കുന്നത്. ഞാൻ ഇപ്പൊ ഇവിടെ 200 തന്നെ കൊടുക്കാം. എന്നിട്ട് അതിന്റെ മാറ്റം എന്താന്നുള്ളത് നവാസിന് മനസ്സിലാക്കി തരാം. ഇവിടെ റെൻഡർ ചെയ്യാണ്. ഇവിടെ ലൈറ്റ് നേരത്തെ റെൻഡർ ചെയ്ത വ്യൂ പോർട്ടിനെ കാട്ടി ലൈറ്റ് കുറച്ച് ഡിം ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന്റെ കാരണം എന്താണെന്ന് നവാസിന് മനസ്സിലായിട്ടുണ്ടോ? അതന്നെ, അതേ ക്യാമറ പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ വീര ക്യാമറയിലാണല്ലോ റെൻഡർ ചെയ്യുന്നത്. അപ്പൊ ലൈറ്റ് നമ്മള് സണ്ണിന്റെ ഒരു മൾട്ടിപ്ലെയറിലും ഇപ്പൊ മാറ്റം വരുത്തിയിട്ടില്ല. നേരത്തെ കൊടുത്ത അതേ മൾട്ടിപ്ലെയർ തന്നെ ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. അപ്പോ അതുകൊണ്ടാണ് ഇവിടെ ലൈറ്റ് ഡിം ആയി വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീര ക്യാമറയിൽ റെൻഡർ ചെയ്യുന്നതും ഫ്രീ ക്യാമറയിൽ റെൻഡർ ചെയ്യുന്നതും രണ്ടും എമൗണ്ട് മാറ്റം വരുത്തേണ്ടി വരുന്നുള്ളൂ. നമ്മള് ഫ്രീ ക്യാമറയിലാണെങ്കിൽ എങ്ങനെ വാല്യൂ കൊടുക്കുക? 0.00 ആഡ് ചെയ്തിട്ട് നമ്മള് വീര ക്യാമറയിലാകുമ്പോഴോ 1, 2, 3 ഇങ്ങനെ വലിയ ഓക്കെ. അതെപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ മനസ്സിൽ കാണും. ഇതിപ്പോ നമ്മള് ഫ്രീ റെൻഡർ ആണ് ചെയ്യുന്നത്, ടെസ്റ്റ് റെൻഡർ ആണ്, നമുക്ക് മനസ്സിലാവാനാണ് റെൻഡർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫ്രീ ക്യാമറന്റെ ആവശ്യം മതി. ലൈറ്റ് അത്രത്തോളം പവർ മതി. ഇപ്പൊ ക്ലയന്റിന് ഇത് അപ്രൂവൽ കിട്ടി, ക്ലയന്റിനാണ് നമ്മളിത് ഫൈനൽ സബ്മിഷൻ കൊടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മള് വീര ക്യാമറയിൽ റെൻഡർ ചെയ്യുക, അതേപോലെ ലൈറ്റിന്റെ സെറ്റപ്പും മാറ്റാം. ആ ടച്ച് ഒരിക്കലും വിട്ടുപോയത് കേട്ടോ. ഇവിടെ ഇപ്പൊ നമുക്ക് സണ്ണിന്റെ മൾട്ടിപ്ലെയർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാമറ മാറ്റി ഓളാക്കി സണ്ണ് സെലക്ട് ചെയ്ത് ഇവിടെ 0.002 എന്നുള്ളത് ഞാനൊരു 1 കൊടുത്ത് ക്യാമറ വ്യൂവിൽ വന്ന് നമുക്കൊരു റീജിയൻ റെൻഡർ ചെയ്ത് നോക്കാം. മാറ്റം വന്ന കണ്ടില്ലേ? നമുക്ക് വീര ക്യാമറയില് ആ ഒരു ലൈറ്റ് എഫക്ട് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലെയർ അത്രയും കൂട്ടി കൊടുക്കണം. നമ്മൾ ഇന്നലെയും മെഞ്ഞാന്നൊക്കെ ചെയ്ത റെൻഡറിങ്ങില് GI എൻവയോൺമെന്റ് മെറ്റീരിയൽ എൻവയോൺമെന്റില് ഒന്നും ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് അവിടെ ടിക്ക് ഓൺ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വ്യൂ പോർട്ടിലൊന്നും ഈ PVC പൈപ്പിന്റെ ഒന്നും ഈ റൂഫ് ടൈലിന്റെ ഒന്നും എഫക്ട് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പൊ നമ്മളവിടെ ഈ റെൻഡർ സെറ്റപ്പില് വീറയില് എൻവയോൺമെന്റില് നമ്മളിവിടെ GI എൻവയോൺമെന്റിലും റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എൻവയോൺമെന്റിലും വീറ സ്കൈ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോ അതുകൊണ്ടാണ് ഈ PVC പൈപ്പിൽ വരെ സ്കൈ റിഫ്ലക്ട് ചെയ്യുന്നത്. കണ്ടില്ല ലൈറ്റ് ഈ ഗ്ലാസ്സിൽ റിഫ്ലക്ഷൻ, നമ്മള് ഗ്ലാസിന്റെ റിഫ്ലക്ഷനില് മെറ്റീരിയലില് ഇവിടെ ഗ്ലാസിന്റെ മെറ്റീരിയൽ എടുത്ത് ഗ്ലാസിന്റെ മെറ്റീരിയലിൽ നമ്മൾ റിഫ്ലക്ഷൻ ഇവിടെ കളർ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ഇവിടെ മെറ്റീരിയലിന്റെ തൊട്ടപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണെന്നുണ്ടെങ്കിലും നമ്മളൊരു പിക്ചർ അവിടെ റിഫ്ലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിറ്റ് മാപ്പ് വഴി പിക്ചർ ആഡ് ചെയ്യണം. നമ്മളിപ്പോ ഒരു വാളിൽ പിക്ചർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ വാളില് ഈ ഓപ്ഷനിൽ വന്നിട്ട് ബിറ്റ് മാപ്പിൽ പിക്ചർ കൊടുക്കൂലേ, അതേപോലെ തന്നെ റിഫ്ലക്ഷനിൽ നമുക്ക് അവിടെ ഒരു പിക്ചർ, ഒരു സ്കൈയോ മരോ എന്തെങ്കിലും പുറത്തെ ഒരു ഒബ്ജക്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ബിറ്റ് മാപ്പിൽ നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റാത്തത്. നമുക്ക് പറയുന്നത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ സെറ്റിംഗ്സിൽ ഇവിടെ എൻവയോൺമെന്റ് സ്കൈ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്കൈ കണ്ടോ, ഇവിടെ PVC-ലൊക്കെ റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് വരുന്ന ഭാഗത്ത്, പക്ഷെ നമുക്ക് പുറത്ത് സ്കൈ കാണാനില്ല. ആ എഫക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ
ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റെൻഡർ ഔട്ട്പുട്ട് ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യണം. അവിടെ റീജിയൻ റെൻഡർ ഒഴിവാക്കി എല്ലാം കൊടുത്ത് ഇപ്പൊ വ്യൂ പോർട്ടിൽ നമുക്ക് കറക്റ്റ് ലൈറ്റ് വന്നല്ലേ. ഇനി നമുക്ക് ഒന്ന് ഒരു ചെറിയൊരു ഭാഗം റെൻഡർ ചെയ്യാം. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ് ക്യാമറ നമുക്ക് വ്യൂ പോർട്ടിൽ നിന്ന് പോകാണ്ട് തന്നെ സെലക്ട് ചെയ്യാം. ക്യാമറ പ്രോപ്പർട്ടീസ് എടുക്കുക. ഇവിടെ ഷട്ടർ സ്പീഡ് 200 ആണ് ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക. നമ്മളിപ്പോ ഇവിടെ ക്യാമറയിൽ ആകെ ഒരു മാറ്റം വരുത്തിയിട്ടുള്ളൂ. ഒന്ന് അസൈൻ ചെയ്ത് ക്യാമറ സെറ്റ് ചെയ്ത് വ്യൂ പോർട്ടിലേക്ക് കറക്റ്റ് ആക്കി വെച്ചു. ആ കാര്യത്തിൽ ഡൗട്ട് എന്തെങ്കിലും? ഓക്കെ, ക്യാമറ വെച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നോക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ വൈറ്റ് ബാലൻസ് D65 ആണ് ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക. അത് ക്യാമറന്റെ ക്വാളിറ്റി ആണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ന്യൂട്രൽ കൊടുക്കാം. ന്യൂട്രൽ കൊടുത്ത് റെൻഡർ ചെയ്ത ഔട്ട്പുട്ട് ആണ് ഇപ്പൊ വന്നിട്ടുള്ളത്, ഈ ഒരു ഔട്ട്പുട്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഷട്ടർ സ്പീഡാണ്. ഷട്ടർ സ്പീഡ് ഞാനിവിടെ ഒരു 70 കൊടുത്ത് ഒന്നുകൂടെ റീജിയൻ റെൻഡർ ചെയ്യാം. ഇവിടെ വന്ന മാറ്റം കണ്ടോ? ഈ രണ്ട് കളർ തന്നെ കണ്ടില്ല, നല്ല മാറ്റം വന്നിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഷട്ടർ സ്പീഡ് കൊടുത്ത് ഒരു ചേഞ്ച് ആക്കി നോക്കുക. 80 കൊടുത്ത് നോക്കുക, 100 കൊടുത്ത് നോക്കുക, 50 കൊടുത്ത് നോക്കുക. നമ്മളെ റെൻഡറിങ്ങിന് ഏതാണോ കളർ കോമ്പിനേഷൻ വരുന്നതെന്നുള്ളത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ചെറിയ ചെറിയ റീജിയൻ റെൻഡർ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു എമൗണ്ട് ഇവിടെ ഫിക്സ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു 90 കൊടുത്ത് ഒന്നുകൂടി റീജിയൻ റെൻഡർ കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇവിടെ ക്ലാരിറ്റി ഫിക്സ് ചെയ്യാം. അതേപോലെ ഫിലിം സ്പീഡ് നമുക്കൊരു 200 to 250 എമൗണ്ട് കൊടുക്കട്ടോ. ഒരു 400 വരെ പോയാലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് ഈ വ്യൂ പോർട്ടിൽ ക്ലാരിറ്റിയിൽ മാറ്റം തിരിച്ചറിയാൻ പറ്റില്ല. ടോട്ടൽ ഔട്ട്പുട്ടിലാണ് അതിന്റെ മാറ്റം വരിക. അപ്പോൾ നമ്മൾ എക്സ്റ്റീരിയർ റെൻഡർ ചെയ്യുമ്പോൾ വീറ ക്യാമറയിൽ ഇത്ര സെറ്റപ്പ് നോക്കാനുള്ളൂ. ഒന്ന് ക്യാമറ ആംഗിൾ സെറ്റ് ചെയ്യുക. നമ്മൾ അലൈൻ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഫിലിം ഗേറ്റും ഫോക്കൽ ലെങ്ത്തും നമ്മൾ ടച്ച് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി വ്യൂവിലേക്കാണ് ക്യാമറ സെറ്റ് ചെയ്യുക. ഇനി ഫ്രീ ക്യാമറ എടുത്തിട്ടാണ് നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വ്യൂ റെഡിയാക്കാം. അതേപോലെ ഫോക്കൽ ലെങ്ത്തും നമുക്ക് വ്യൂ റെഡിയാക്കാം. അപ്പോൾ വീറ ക്യാമറയിൽ ഒരു ടെസ്റ്റ് റെൻഡർ ചെയ്തിട്ട് നവാസ് ഗ്രൂപ്പിൽ ഔട്ട്പുട്ട് ഒന്ന് ഫയലിൽ സെൻഡ് ചെയ്യണേ. ഇനി ഇതിൽ തന്നെ നമുക്ക് നോക്കാനുള്ളത്, ഇപ്പൊ ഇവിടെ ഒരു കോമ്പൗണ്ട് വാളുണ്ട്. ക്യാമറ സെറ്റ് ചെയ്യുന്ന സമയത്ത്
ഞാനിവിടെ കൺട്രോൾ C അടിച്ച് ഈ ഒരു ക്യാമറയിലേക്ക് നമുക്ക് വീര ക്യാമറനെ അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ക്യാമറ സെലക്ട് ചെയ്ത് അലൈൻ ചെയ്ത് ടാർഗറ്റഡ് ക്യാമറ സെലക്ട് ചെയ്ത് പൊസിഷൻ ഓക്കെ കൊടുത്ത് അപ്ലൈ ഓക്കെ. ഇതേപോലെ തന്നെ ക്യാമറ ടാർഗറ്റ് സെലക്ട് ചെയ്യുന്നത് ഇപ്പോ ഈ ക്യാമറ വ്യൂല് എനിക്ക് റെൻഡർ ചെയ്യണം. എന്നാൽ ഈ കോമ്പൗണ്ട് വാള് കാണാനും പാടില്ല. ആ ഒരു കേസാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഓക്കെ, ഞാനിവിടെ പെർസ്പെക്റ്റീവിൽ വന്ന് ആവശ്യമില്ലാത്ത ക്യാമറ ഡിലീറ്റ് ചെയ്ത് ഇവിടെ ക്യാമറ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് താഴത്ത് ഇത് നമ്മള് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാം കേട്ടോ. എല്ലാപ്പോഴും റെൻഡർ ചെയ്യാൻ വേണ്ടിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പാടില്ല. ഇതേപോലെ കോമ്പൗണ്ട് വാളൊക്കെ നമുക്ക് വ്യൂ പോർട്ടിൽ വേണ്ട, ഈ വീട് മുതൽ മതി എന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ മിസലേനിയസിൽ വന്നു കഴിഞ്ഞാല് ഹൊറിസോണ്ടൽ ലൈനും ക്ലിപ്പിംഗ് ഇങ്ങനെ രണ്ടൊരു ഓപ്ഷൻ ആണ്. ഇത് രണ്ടും ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമുക്കൊരു എക്സ്ട്രാ ഫ്രെയിം വന്നിട്ടുണ്ട് വ്യൂ പോർട്ടിൽ, ഒരു റെഡ് മാർക്കിലല്ലേ. അത് എന്ന് പറഞ്ഞാല് ഫാർ ക്ലിപ്പിംഗ് ഫ്രം പ്ലെയിൻ എന്നുള്ള ഒരു ഓപ്ഷൻ ആണ്. നമുക്ക് വേണ്ടോ ഈ ഫാർ എന്നുള്ളടത്ത് എമൗണ്ട് കൂട്ടുമ്പോ അതിന്റെ മൂവ്മെന്റ് പോകുന്ന കണ്ടില്ലേ. അപ്പൊ ഞാന് ഈ ഫാർ എന്നുള്ളത് വീടിന്റെ ബാക്കിലേക്ക് കൊണ്ടുപോയി വെക്കാം. അതിനിപ്പോ മുന്നോട്ട് വരരുതെന്നുള്ളൂ. നമ്മള് റെൻഡറിന്റെ ഇപ്പൊ ഈ വീടിന്റെ കോമ്പൗണ്ട് വാളാണല്ലോ എൻഡ്, അതിന്റെ ബാക്കിലോട്ട് കൊണ്ടുപോയി വെക്കുക. അതേപോലെ ഇവിടെ നിയർ ക്ലിപ്പിംഗ് പ്ലെയിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് എവിടെ മുതലാണോ കാണേണ്ടത് ക്യാമറ അവിടെ കൊണ്ടുപോയി വെക്കാം. ഇപ്പൊ എനിക്കിപ്പോ ഈ ക്യാമറയില് ഈ വാള് കാണണ്ട, ഇവിടെ മുതൽ കണ്ടാ മതി. അപ്പൊ എന്ത് ചെയ്യാ, ഇത് മൂവ് ചെയ്തിട്ട് ഇതേപോലെ പ്ലേസ് ചെയ്യാം. ഇപ്പോ ഈ സ്റ്റാർട്ടിങ് ടു എൻഡിങ് ഉള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിന്റെ ഇടയിൽ എന്ത് ഒബ്ജക്ട് ഉണ്ടെങ്കിലും കാണാൻ പറ്റില്ല. ഇവിടെ C അടിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ വാള് ഹൈഡായി. ഇതിപ്പോ ബാക്കോട്ട് വരുന്നവരും കണ്ടോ വാള് അൺഹൈഡായി വരുന്നത്. ഇങ്ങനെ റെൻഡർ ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ വീര ക്യാമറയിൽ ഇത്രേ നോക്കാനുള്ളൂ. വീര ക്യാമറ വെച്ചിട്ട് ഒരു റെൻഡർ ചെയ്തിട്ട് ഫയൽ വിടാം കേട്ടോ. ശരി.